നമസ്കാരം. ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിൽ ADGP അജിത് കുമാറിനെ അദ്ദേഹം വഹിക്കുന്ന ഇപ്പോഴുള്ള ചുമതലകളിൽ നിന്ന് മാറ്റുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലുണ്ട്. അവിടെ ഇത്തരം ചർച്ചകൾക്ക് അദ്ദേഹത്തിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരായ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷ്, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ, ഇങ്ങനെ 3 പേരും എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് പറയുമ്പോൾ MR അജിത് കുമാറിനെ അദ്ദേഹം വഹിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള DGP റാങ്കിൽ നിന്ന് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിനാണ് അവർ കൂടിയിരിക്കുന്നു എന്നുള്ളത് പുറം വാർത്ത ആണ് എന്നുണ്ടെങ്കിൽ, PV അൻവർ എന്ന MLA, ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര MLA ആയിരുന്ന നിലമ്പൂർ MLA PV അൻവർ തൻ്റെ ഇത്തരം താനും CPM-ഉം സർക്കാരുമായുള്ള യുദ്ധം തുടങ്ങിയത് ADGP അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. ADGP അജിത് കുമാറിൽ തുടങ്ങി P ശശിയിലൂടെ അദ്ദേഹം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ന് നിർണായകമായ തീരുമാനം DGP കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ എടുക്കാനായി അൻവർ ആരോപണം ഉന്നയിച്ച P ശശിയെ കൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേരള സമൂഹം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ADGP അജിത് കുമാറിനെ അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തുടങ്ങിയവർ എന്തിനാണ് ഇത്രയധികം ആലോചിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ ചോദ്യമായി ഉന്നയിക്കുന്നത്. അതായത് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ADGP അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മനസ്സുകൊണ്ട് സമ്മതമല്ല എന്ന് തന്നെ ആണ്. അതായത് DGP ദർവേഷ് സാഹിബ് നൽകുന്ന റിപ്പോർട്ടിൽ ഒരു വേള ADGPക്കെതിരെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറ്റക്കാരനോ അല്ലെങ്കിൽ കുറ്റാരോപിതനോ ആയേക്കാം അല്ലെങ്കിൽ ആയിരിക്കാം. എങ്കിലും അങ്ങനെ ഇരിക്കലും ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യും എന്ന് നാം കരുതേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് DGP ക്രമസമാധാന ചുമതലയുള്ള DGP ചുമതലയിൽ നിന്ന് അഡീഷണൽ DGP ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും എന്നുള്ളത് അല്ലാതെ അദ്ദേഹത്തിന് സസ്പെൻഷനോ കാര്യങ്ങളോ ഉണ്ടാകില്ല എന്നു തന്നെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് എന്താണ് മാർഗം എന്നുള്ളത് തേടുന്നതിലേക്ക് ആണോ ഈ മുഖ്യമന്ത്രിയുടെ ജീവനക്കാരായിട്ടുള്ള ഓഫീസിലെ ജീവനക്കാരായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിനെയും P ശശിയെയും ഈ പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെയും വിളിച്ചിട്ടുള്ളത്? ഇതിൽ P ശശിയും KK രാഗേഷ് ചർച്ച കഴിഞ്ഞ് ഉടൻ തന്നെ പോവുകയുണ്ടായി. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും പിണറായി വിജയനും മാത്രമായുള്ള ചർച്ചകൾ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് അറിയുന്നത്. ദർവേഷ് സാഹിബ് റിപ്പോർട്ടുമായി ഉടൻ തന്നെ എത്തിക്കാണും. ഈ സമയം ചിലപ്പോൾ അദ്ദേഹം എത്തിക്കാണാൻ സാധ്യതയുണ്ട്. ഏതായാലും കേരള സമൂഹം മനസ്സിലാക്കേണ്ടത് ADGPക്കെതിരെ P ശശിയും മുഖ്യമന്ത്രിയും എന്തായാലും ADGP അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിന് നോവിക്കുന്ന ഒരു തീരുമാനം എടുത്തേക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.